എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കായ നോബൽ പുരസ്കാര ജേതാക്കൾ എന്ന ടോപ്പിക്കാണ് നമ്മളിന്നിവിടെ ചെയ്യുന്നത്. അതായത് എല്ലാ PSC പരീക്ഷകളിലും മിക്കവാറും ചോദിക്കാൻ സാധ്യതയുള്ളതും ചോദിക്കാറുള്ളതുമായ ഒരു ചോദ്യങ്ങളാണ് നോബൽ സമ്മാന പുരസ്കാര ജേതാക്കളിൽ. അതായത് ശാസ്ത്രം, സമാധാന, സാഹിത്യം അങ്ങനെയുള്ള ഏത് വിഭാഗത്തിലെയും കറണ്ട് അഫയേഴ്സിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മിക്കപ്പോഴും ആ ഭാഗത്തെ കറണ്ട് അഫയേഴ്സിൽ നിന്നുള്ള ചോദ്യങ്ങൾ നോബൽ പുരസ്കാര ജേതാക്കളിൽ നിന്ന് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ 2 വർഷത്തെ, അതായത് കഴിഞ്ഞ 2 വർഷത്തെ 2024ലെയും 2025ലെയും നോബൽ പുരസ്കാര ജേതാക്കളെയാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. പലപ്പോഴും തൊട്ട് മുമ്പത്തെ വർഷത്തെയും ചോദിക്കുന്നത് കൊണ്ടാണ് 2 വർഷത്തെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2024ലെ നോബൽ പുരസ്കാര ജേതാക്കളെയാണ്. അതിനുശേഷം 2025ലെ നോബൽ പുരസ്കാര ജേതാക്കളെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ ആദ്യം 2024ലെ നോബൽ പുരസ്കാരത്തിൽ വൈദ്യശാസ്ത്രത്തിന് അഥവാ ഫിസിയോളജി ഓർ മെഡിസിൻ എന്ന വിഭാഗത്തിന് നോബൽ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് 2 പേർക്കാണ്. അതായത് വിക്ടർ ആംബ്രോസ്, ഗ്യാരി റൂക്കിൻ എന്ന് പറയുന്ന 2 പേർക്ക്, വിക്ടർ ആംബ്രോസ് ആൻഡ് ഗ്യാരി റൂക്കിൻ, അതായത് അവർക്ക് നോബൽ പുരസ്കാരം ലഭിച്ചത് ജീനുകളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മൈക്രോ RNA കണ്ടെത്തിയതിനാണ്. അപ്പോൾ പലപ്പോഴും ചോദ്യങ്ങൾ പല തരത്തിൽ വരാറുണ്ട്. ഏത് വിഷയത്തിനാണ് അല്ലെങ്കിൽ ഏത് ടോപ്പിക്കിനാണ് അവർക്ക്, ഏത് കണ്ടുപിടുത്തത്തിനാണ് അവർക്ക് നോബൽ പുരസ്കാരം ലഭിച്ചത് എന്ന് ചോദിക്കും. അതോടൊപ്പം തന്നെ വിഷയത്തിലെ ആളുകളുടെ ചോദിക്കും. പിന്നെ 3 പേരുള്ളതാണെങ്കിൽ 4 പേര് ഓപ്ഷനിൽ തന്നിട്ട് ആർക്കാണ് അത് ലഭിക്കാത്തത് എന്ന് പലപ്പോഴും പല തരത്തിൽ ചോദ്യങ്ങൾ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 3 കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. അപ്പോൾ ഇവിടെ 2024 വൈദ്യശാസ്ത്രത്തിന് അല്ലെങ്കിൽ മെഡിസിന് നോബൽ പുരസ്കാരം ലഭിച്ചത് 2 പേർക്കാണ്. വിക്ടർ ആംബ്രോസ് ആൻഡ് ഗ്യാരി റൂക്കിൻ. എന്തിനാണ് അവർക്ക് പുരസ്കാരം ലഭിച്ചത്? ജീനുകളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മൈക്രോ RNA കണ്ടെത്തിയത്. അപ്പോൾ അവരുടെ കണ്ടുപിടുത്തം എന്ന് പറയുന്നത് മൈക്രോ RNA കണ്ടുപിടുത്തത്തിനാണ് ഗ്യാരി റൂക്കിനും വിക്ടർ ആംബ്രോസിനും 2024ലെ വൈദ്യശാസ്ത്ര നോബൽ ലഭിച്ചത്. അടുത്തത് ഭൗതിക ശാസ്ത്രം, ഫിസിക്സിൽ 2024 നോബൽ പുരസ്കാരം ലഭിച്ചത് 2 പേർക്കാണ്. ജോൺ ജെ ഹോപ്ഫീൽഡും ജെഫ്രി ഹിൻഡണും ജോൺ ജെ ഹോപ്ഫീൽഡിനുമാണ് ഭൗതിക ശാസ്ത്ര വിഭാഗത്തിൽ 2024ലെ നോബൽ പുരസ്കാരം ലഭിച്ചത്. അത് അവരുടെ കണ്ടുപിടുത്തം എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ച് മെഷീൻ ലേണിങ്ങിന് അടിത്തറയായ കണ്ടുപിടുത്തം നടത്തിയത്. ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ച് മെഷീൻ ലേണിങ്ങിന് അടിത്തറയായ കണ്ടുപിടുത്തങ്ങൾ നടത്തിയതിനാണ് ഭൗതിക ശാസ്ത്രത്തിൽ 2024 നോബൽ പുരസ്കാരം ജോൺ ജെ ഹോപ്ഫീൽഡിനും ജെഫ്രി ഹിൻഡണും ലഭിച്ചത്. അടുത്തത് രസതന്ത്രത്തിനുള്ള നോബൽ പുരസ്കാരമാണ്. ഭൗതികശാസ്ത്രം, രസതന്ത്രം പല തവണ പല ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ പല തരത്തിൽ ചോദ്യം വരുന്നതാണ്. കൃത്യമായിട്ട് പഠിക്കണം. അതായത് രസതന്ത്രം അഥവാ കെമിസ്ട്രിക്ക് 2024 നോബൽ പുരസ്കാരം ലഭിച്ചത് 3 പേർക്കാണ്. ഡേവിഡ് ബേക്കർ, ഡെമിസ് ഹസാബിസ് ആൻഡ് ജോൺ M. ജംബർ. ഡേവിഡ് ബേക്കർ, ഡെമിസ് ഹസാബിസ് ആൻഡ് ജോൺ M. ജംബർ എന്നീ 3 പേരാണ് 2024 രസതന്ത്ര നോബൽ പങ്കിട്ടെടുത്തത്. അത് അവർ കണ്ടുപിടുത്തം എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് പ്രോട്ടീൻ ഘടന പ്രവചിക്കുന്നതിനും പുതിയ പ്രോട്ടീനുകളുടെ രൂപകൽപ്പന ചെയ്യുന്നതിനും നൽകിയ സംഭാവനകൾക്കാണ് അവർക്ക് 2024 രസതന്ത്ര നോബൽ ഡേവിഡ് ബേക്കർ, ഡെമിസ് ഹസാബിസ് ആൻഡ് ജോൺ M. ജംബർ എന്നീ 3 പേർ പങ്കിട്ടെടുത്തത്. അടുത്തത് സാഹിത്യ നോബലാണ്. സാഹിത്യ നോബൽ ദക്ഷിണ കൊറിയക്കാരനായ ഹാൻ കാങ്ങിനാണ് 2024 സാഹിത്യ നോബൽ ലഭിച്ചത്. ലിറ്ററേച്ചറിൻ്റെ നോബൽ പ്രൈസ് ലഭിച്ചത് ഹാൻ കാങ്, ദക്ഷിണ കൊറിയക്കാരനായ ഹാൻ കാങ്ങിന്. അദ്ദേഹത്തിൻ്റെ ചരിത്രപരമായ ആഘാതങ്ങളെയും മനുഷ്യജീവിതത്തിൻ്റെ ദുർബലതയെയും ആവിഷ്കരിക്കുന്ന കാവ്യഗദ്യരചനകൾക്ക്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാവ്യഗദ്യരചനകൾക്കാണ് 2024 സാഹിത്യ നോബൽ സമ്മാനം ഹാൻ കാങ്, ദക്ഷിണ കൊറിയക്കാരനായ ഹാൻ കാങ്ങിന് ലഭിച്ചത്.
അടുത്തത് സമാധാന നോബലാണ്. 2024 സമാധാന നോബൽ പ്രൈസ് അഥവാ പീസ് നോബൽ പ്രൈസ് ലഭിച്ചത് നിഹോൻ ഹിദാൻക്യോ എന്ന ജപ്പാൻ വ്യക്തിക്കാണ് 2024 സമാധാന നോബൽ പ്രൈസ് ലഭിച്ചത്. അദ്ദേഹത്തിൻ്റെ അണ്വായുധ വിമുക്ത ലോകത്തിനായി നടത്തിയ പ്രവർത്തനങ്ങൾക്ക്, അതായത് അണ്വായുധ വിമുക്ത ലോകത്തിനായി നടത്തിയ പ്രവർത്തനങ്ങൾക്കും സാക്ഷ്യപ്പെടുത്തലുകൾക്കുമാണ് 2024 സമാധാന നോബൽ പ്രൈസ് ജപ്പാൻകാരനായ നിഹോൻ ഹിദാൻക്യോന് ലഭിച്ചത്. അടുത്തതായി അവസാനമായി സാമ്പത്തിക ശാസ്ത്ര നോബൽ 2024 സാമ്പത്തിക ശാസ്ത്ര നോബൽ അഥവാ എക്കണോമിക്സ് നോബൽ പ്രൈസ് ലഭിച്ചത് ഡാരൻ അസോമോഗ്ലു, സൈമൺ ജോൺസൺ ആൻഡ് ജെയിംസ് എ റോബിൻസൺ. 3 പേരാണ്. കെമിസ്ട്രിയിലെ പോലെ തന്നെ 3 പേരുണ്ട് ഏത് സാമ്പത്തിക ശാസ്ത്ര നോബലും 2024 ഡാരൻ അസോമോഗ്ലു, സൈമൺ ജോൺസൺ ആൻഡ് ജെയിംസ് റോബിൻസൺ എന്നീ 3 പേരാണ് സാമ്പത്തിക ശാസ്ത്ര നോബൽ 2024 പങ്കിട്ടെടുത്തത്. അത് അവരുടെ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ കണ്ടുപിടുത്തം എന്ന് പറയുന്നത് സ്ഥാപനങ്ങൾ ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയെയും സമൃദ്ധിയെയും എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള പഠനങ്ങൾക്കാണ് അവർക്ക് സാമ്പത്തിക ശാസ്ത്രത്തിൽ 2024 നൊബേൽ പുരസ്കാരം ലഭിച്ചത്. ആർക്കെല്ലാമാണ്? ഡാരൻ അസോമോഗ്ലു, സൈമൺ ജോൺസൺ, ജെയിംസ് എ റോബിൻസൺ. 3 പേരുടെയും പേര് കൃത്യമായി പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇത്ര പേരാണ് നമ്മുടെ 2024 നൊബേൽ പുരസ്കാര ജേതാക്കൾ. ഇനി അടുത്തത് നമുക്ക് 2025 നൊബേൽ പുരസ്കാര ജേതാക്കളെ കുറിച്ച് പഠിക്കാം. അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം തന്നെ 2024 നമ്മൾ പഠിക്കേണ്ടതുണ്ട്. കാരണം പലപ്പോഴും ചോദ്യം അങ്ങനെയും വരാറുണ്ട്. അപ്പോൾ ഇനി നമുക്ക് 2025 നോബൽ പുരസ്കാര ജേതാക്കളെ കുറിച്ച് പഠിക്കാം. ആദ്യത്തേത് വൈദ്യശാസ്ത്രം അഥവാ മെഡിസിന് 2025 നൊബേൽ പുരസ്കാരം ലഭിച്ചത് 3 പേർക്കാണ്. മേരി ഇ ബ്രാങ്കോ, ഫ്രെഡ് റാംസ്ഡെൽ ആൻഡ് ഷിമോൺ സക്കാഗുച്ചി. 3 പേര് ഉൾപ്പെടുന്നവർക്ക് 3 പേരാണ് 2025 വൈദ്യശാസ്ത്ര നോബൽ പങ്കിട്ടെടുത്തത്. മേരി ഇ ബ്രാങ്കോ, ഫ്രെഡ് റാംസ്ഡെൽ, ഷിമോൺ സക്കാഗുച്ചി. അവർ എന്തിനാണ് അവരുടെ കണ്ടുപിടുത്തം എന്ന് പറയുന്നത്? ഇമ്മ്യൂണോളജി, രോഗപ്രതിരോധ ശാസ്ത്ര മേഖലയിലെ നിർണായക കണ്ടെത്തലുകൾ. അപ്പോൾ അവരുടെ കണ്ടുപിടുത്തം ഇമ്മ്യൂണോളജി മേഖലയിലെ അഥവാ രോഗപ്രതിരോധ ശാസ്ത്ര മേഖലയിലെ നിർണായക കണ്ടെത്തലുകൾക്കാണ് 2025 വൈദ്യശാസ്ത്ര നോബൽ മേരി ഇ ബ്രാങ്കോ, ഫ്രെഡ് റാംസ്ഡെൽ ആൻഡ് ഷിമോൺ സക്കാഗുച്ചി എന്നിവർക്ക് ലഭിച്ചത്. അടുത്തത് 2025 ഭൗതിക ശാസ്ത്ര നോബൽ വീണ്ടും 3 പേർ പങ്കിട്ടിരിക്കുകയാണ്. ജോൺ ക്ലർക്ക്, മിഷേൽ എച്ച് ഡെവോററ്റ്, ജോൺ എം മാർട്ടിനസ് എന്നീ 3 പേരാണ് 2025 ഭൗതിക ശാസ്ത്ര നോബൽ പങ്കിട്ടെടുത്തത്. അവരുടെ കണ്ടുപിടുത്തം എന്ന് പറയുന്നത് ഇലക്ട്രിക് സർക്യൂട്ടുകളിലെ മാക്രോസ്കോപ്പിക് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിങ്ങും ഊർജ ക്വാണ്ടൈസേഷനും സംബന്ധിച്ച കണ്ടെടുത്തലുകൾക്കാണ്. അപ്പോൾ മാക്രോസ്കോപ്പിക്കൽ ക്വാണ്ടം മെക്കാനിക്കൽ ടണലിങ്ങും ആൻഡ് ഊർജ ക്വാണ്ടൈസേഷനും അതാണ് അവരുടെ കണ്ടുപിടുത്തം. അത് ഭൗതിക ശാസ്ത്രത്തിന് അവർക്ക് 2025 നൊബേൽ പുരസ്കാരം ലഭിക്കുകയുണ്ടായി. ജോൺ ക്ലർക്ക്, മിഷേൽ എച്ച് ഡെവോററ്റ്, ജോൺ എം മാർട്ടിനസ് എന്നീ 3 പേർക്ക് 2025 ഭൗതിക ശാസ്ത്ര നോബൽ ലഭിച്ചു. അടുത്തത് രസതന്ത്ര നോബൽ പുരസ്കാരം 2025. പല ക്വസ്റ്റ്യൻ പേപ്പറിലും ഇത് വന്ന ചോദ്യമാണ്, ഇപ്പോൾ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്. രസതന്ത്ര നോബൽ 2025 ഇതുപോലെ തന്നെ 3 പേരാണ് പങ്കിട്ടെടുത്തിരിക്കുന്നത്. ഒമർ എം യാഗി, സുസുമു കിറ്റാഗവ, റിച്ചാർഡ് റോബ്സൺ എന്നീ 3 പേരാണ് രസതന്ത്ര നോബൽ 2025 പങ്കിട്ടെടുത്തത്. അവരുടെ കണ്ടുപിടുത്തവും ചോദ്യമായി വന്നിട്ടുണ്ട്. മെറ്റൽ ഓർഗാനിക് ഫ്രെയിം വർക്കുകളുടെ വികസനം ആണ് MOFs എന്ന് പറയുന്ന മെറ്റൽ ഓർഗാനിക് ഫ്രെയിം വർക്കുകളുടെ കണ്ടുപിടുത്തത്തിനാണ് അവർക്ക് 2025 രസതന്ത്ര നോബൽ ലഭിച്ചത്. അടുത്തത് സാഹിത്യ നോബലാണ്. സാഹിത്യ നോബൽ ലിറ്ററേച്ചർ 2025 ലഭിച്ചത് ലാസ്ലോ ക്രസ്ന ഹോർക്കയ്ക്കാണ് സാഹിത്യ നോബൽ 2025 ലഭിച്ചത്. യുദ്ധത്തിൻ്റെയും ഭീകരതയുടെയും പശ്ചാത്തലത്തിൽ കലയുടെ ശക്തിയും മനുഷ്യ ജീവിതവും ആവിഷ്കരിച്ച സാഹിത്യ സൃഷ്ടികൾക്കാണ് 2025 സാഹിത്യ നോബൽ
ലാസ്ലോ ക്രസ്നോഹോർക്കയ്ക്ക് ലഭിച്ചത്. അടുത്തത് സമാധാന നോബൽ 2025 ലഭിച്ചത് മറിയ കൊറീന മച്ചാഡോ. ഇതും ചോദ്യമായി വന്നിട്ടുള്ളതാണ്, ഓൾറെഡി വന്നിട്ടുള്ള ചോദ്യമാണ്. മറിയ കൊറീന മച്ചാഡോ എന്നവർക്കാണ് 2025 സമാധാന നോബൽ പ്രൈസ് ലഭിച്ചത്. ജനാധിപത്യം, മനുഷ്യാവകാശങ്ങൾ, സ്വാതന്ത്ര്യം എന്നിവയ്ക്കായി നടത്തിയ നിരന്തര പോരാട്ടമാണ് അവർക്ക് സമാധാന നോബൽ 2025 മറിയ കൊറീന മച്ചാഡോയ്ക്ക് ലഭിക്കാൻ കാരണം. ഇനി അടുത്തതായി അവസാനമായി സാമ്പത്തിക ശാസ്ത്ര നോബൽ 2025 ലഭിച്ചത് ജോയൽ മോർക്കർ, ഫിലിപ്പ് ആഗിയോൺ, പീറ്റർ ഹോവിറ്റ് എന്നീ 3 പേരാണ് സാമ്പത്തിക ശാസ്ത്ര നോബൽ പങ്കിട്ടെടുത്തത്. ജോയൽ മോർക്കർ, ഫിലിപ്പ് ആഗിയോൺ ആൻഡ് പീറ്റർ ഹോവിറ്റ്. അവരുടെ ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ എന്ന ആശയവുമായി ബന്ധപ്പെട്ട സിദ്ധാന്തങ്ങൾക്കാണ് അവർക്ക് സാമ്പത്തിക ശാസ്ത്ര നോബൽ ലഭിച്ചത്. അപ്പോൾ ഇത്രയുമാണ് 2024 2025 നൊബൽ പുരസ്കാര ജേതാക്കളും അവരുടെ കണ്ടുപിടുത്തങ്ങളും. അത് കൃത്യമായിട്ട് പഠിക്കുക. പേരും അവരുടെ കണ്ടുപിടുത്തങ്ങളും അതാത് വിഷയങ്ങളും കൃത്യമായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് 1 മാർക്ക് ഉറപ്പായും നമ്മുടെ ഇനി വരുന്ന പരീക്ഷകളിൽ നിന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാം. അതിനായി ഈ വീഡിയോ എല്ലാവരും പ്രയോജനപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വിജയാശംസകൾ.